ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്കൂളൊന്നുമില്ല, നല്ല മഴ ആയ കാരണം കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ മേടിക്കണ്ടേ, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു KFC ചിക്കനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്ന പോലെ, നമുക്ക് മക്കൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന പോലെ. ഇനി ചിക്കൻ ഞാനിപ്പോൾ ഒരു 1/2 കിലോൻ്റെ അടുത്തേക്കാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുളക് പൊടി വേണ്ടാത്തവർക്ക് ഫുള്ളായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടാക്കാം. ഇനി മാഗി ക്യൂബ് ഉണ്ടല്ലോ മറ്റേ ചിക്കൻ്റെ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ചിക്കൻ ക്യൂബ് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. കൈ വെച്ച് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ, അത് നന്നായി അലിഞ്ഞ് പോകണം, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ ഉപ്പ് രസം പിടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ കുറച്ച് സുറുക്ക ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ക്യൂബിൽ തന്നെ ഉണ്ടല്ലോ, ഒരു ചിക്കൻ്റെ മണം വരുമല്ലോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ ക്യൂബിൽ നല്ല ഉപ്പുള്ളതാണ്, അപ്പോൾ അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് വെക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എല്ലായിടത്തും അതിൻ്റെ അത് പിടിക്കണമല്ലോ. നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും ഇങ്ങനെ കുഴച്ചെടുത്താൽ ശരിയാവില്ല, അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ വേണം. ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ മൈദയും അരിപ്പൊടിയും കൂടി ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് നമുക്ക് നോക്കി വെക്കാം, കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കുറവായി തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് അടച്ച് വെക്കാം, നമുക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ അടച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, താഴത്ത് വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. ഇനി നമുക്ക് ബട്ടൂറൊക്കെ ഉള്ളത് ഉണ്ടാക്കാം. ബട്ടൂറ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാക്കണ പോലെ ആയിട്ട് പല രീതിക്കും ഉണ്ടാക്കുമല്ലോ, ഞാൻ 2-3 രീതിക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പമുള്ളത് ഇതാണ്. സ്കൂളിലെ ദിവസമൊക്കെ മക്കൾക്ക് ക്ലാസ്സുള്ള ദിവസമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബട്ടൂറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് റവ ഞാൻ തൈരിലാണ് ഒന്ന് കുതിർക്കാൻ വെച്ചത്. ഒരു 10-15 മിനിറ്റ് നേരം കുതിർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അതിലിടയ്ക്ക് ഞാൻ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റ് ഇല്ലാത്ത കാരണമാണ്, ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി, ഒന്ന് പൊളച്ച് വരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഒരു നുള്ള ഇട്ട് കൊടുത്തിട്ടുള്ള അപ്പസോഡയാണ് ഇട്ട് കൊടുത്തേക്കണത്. നമുക്ക് വെള്ളം വെച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. ഈ ബട്ടൂർ ഉണ്ടാക്കി ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കണ പോലെ വലിയതായിട്ട് കുഴക്കമൊന്നും വേണ്ട, എന്നാലും ഒന്ന് കുഴഞ്ഞ് വരും വേണം. അങ്ങനെ കുഴച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതും അവിടെ ഇരിക്കട്ടെ, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. നമുക്ക് ചിക്കനൊക്കെ പൊരിച്ചതിൻ്റെ ശേഷം എടുക്കാം. അപ്പോൾ ഞാൻ അത് രണ്ടും അവിടെ വെച്ചു. ഇനി ചിക്കന് നമുക്ക് പൊരിക്കാനുള്ള വേണമല്ലോ, വറക്കാനുള്ളത്. നമ്മൾ എത്ര ഭാഷ മാറ്റാൻ നോക്കിയാലും ഇത് മാറി വരില്ല അല്ലേ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടേതായ ഭാഷ പുറത്തേക്ക് വരും. ഞങ്ങളിവിടെ പൊരിക്കാന്ന് പറയാം, ചില സ്ഥലത്ത് വറക്കാന്നല്ലേ പറയാം. അപ്പോൾ അത് ഞാൻ വറക്കാമെന്ന് പറയണം എന്ന് വിചാരിക്കും, പക്ഷേ പറഞ്ഞു വരുമ്പോൾ പൊരിക്കാന്നാവും. അപ്പോൾ കുറച്ച് കോൺഫ്ലവർ എടുത്തു, പിന്നെ കുറച്ച് ഓട്സും, പിന്നെ കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. മറ്റേത് കോൺഫ്ലവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലൊന്ന് മുക്കിയെടുക്കുക, ഇതൊന്ന് അതിൽ പുരട്ടിയിട്ടെടുക്കുക ചിക്കൻ്റെ. ഇനി കുറച്ച് പച്ചവെള്ളം എടുക്കുക, നമ്മൾ കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിലൊന്ന് മുക്കിയെടുക്കുക. ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ ഓട്സിൻ്റെ ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടാണല്ലോ, ഓട്സും കോൺഫ്ലവറും പിന്നെ കുറച്ച് മുളകും പൊടിയും ഉപ്പ് കൂടിയിട്ടുള്ളത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈ വെച്ചിട്ടാക്കി കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ ഇത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചു, ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ വറക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അതിലേക്ക് ആ ഓട്സിൻ്റെ ആ കൂട്ടമൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. വേറെ ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, പലവരും പല രീതിക്കാവും ഉണ്ടാക്കുന്നുണ്ടാവുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നല്ല, പക്ഷേ നമ്മളെ മക്കൾക്ക് ഇഷ്ടമാവും, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ, നമ്മളെ വീട്ടിലുണ്ടാക്കണതല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോഴല്ലേ ഞാൻ പുതിയതായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഇനി കഴിയുമ്പോൾ വീട്ടിൽ തൊടാനും നിൽക്കണ്ട കേട്ടോ, അതവിടെ എന്നെ കിടന്നോട്ടെ. ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ പീസാണ് എടുത്തേക്കണത് കേട്ടോ, നമുക്ക് വലിയ പീസിലും ഉണ്ടാക്കാം. ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചിക്കനായിരുന്നു, അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് വലിയ പീസും വെച്ചിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ വേഗം വെന്ത് കിട്ടും. വലുതാവുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ആണെങ്കിൽ ഒന്ന് വേവാത്ത പോലെ അങ്ങനെ തോന്നാറുണ്ട് എനിക്ക്. എങ്ങനെ ഉരിപ്പിച്ചെടുത്താലും ഉള്ളിൽ
ഒരു വേവാത്ത പോലെ തോന്നാറുണ്ട്. അപ്പം ഞാൻ ഈ ചെറുത് വെച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇനി വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും. അപ്പോൾ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. നോക്കി നോക്കി, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കണ പോലെയല്ലേ. അത് വലിയ പീസാണ്, ഇത് ചെറിയ പീസാണ്, അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. ഇത് വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ചിക്കൻ മേടിച്ചാൽ കുറച്ചെടുത്ത് കറി വെക്കുകയും ചെയ്യാം, കുറച്ചെടുത്ത് ഇതേപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന കാശിന് ലാഭമാണല്ലോ. അപ്പോൾ നിങ്ങൾ ശരിക്കും പിഷ്കത്തിയാണ്. പിഷ്കത്തി ആയതുകൊണ്ടല്ല, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്തായാലും കാശിനെ പറ്റി ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പൈസ കളയണങ്ങാട്ടി നല്ലതാണല്ലോ നമുക്ക്. പിന്നെ പേടിക്കാതെ മക്കൾക്ക് കഴിക്കാനും കൊടുക്കുക. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കൂ. ഇനി നമുക്ക് പട്ടുവട ഉണ്ടാക്കാം. പട്ടുവട ഞാൻ പ്രസ്സിൽ വെച്ചൊന്ന് അമർത്തി ചെയ്തിട്ട്, പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പട്ടുവടയാണെന്ന്. അല്ലെങ്കിൽ നമുക്ക് കുഴലൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഇത് ഞാൻ പത്തിരി പ്രസ്സിൽ ഒന്ന് വെച്ച് അമർത്തിയിട്ട് എടുക്കണുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് ഒന്ന് എണ്ണയിലിട്ട് കൊടുക്കുക. ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. കേട്ടോ പൊളച്ചിട്ടൊക്കെ വരുന്നുണ്ട്. മറ്റേ പട്ടുവട എന്ന് പറയുമ്പോൾ നമ്മൾ പൊടിയൊക്കെ തടവിയിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ടാക്കുമല്ലോ. പക്ഷെ ഇതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്കൂളിലെ ദിവസമൊക്കെ ആണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സുഖമാണ്. വേണമെങ്കിൽ രാത്രി ആകുമ്പോൾ തന്നെ നമുക്ക് പട്ടുവടക്കുള്ള മാവ് കുഴച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ രാവിലെ വേഗം എണീറ്റിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. കണ്ടിട്ട് നന്നായി പൊളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ, പട്ടുവട ഉണ്ടാക്കുന്നതും ഫ്രൈഡ് ചിക്കൻ്റെയും കൂടിയിട്ടാണ്. അതിൽ ഫ്ലോറും മാത്രം ഇട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ കേട്ടോ. ബട്ടൂറ ഇപ്പം നന്നായി പൊളച്ച് വന്നിട്ടില്ലേ, നോക്കി നോക്കി. ഇനി അത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഈ ബട്ടൂറ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതിങ്ങനെ പൊട്ടിക്കാൻ നടുവിങ്ങനെ പൊട്ടിച്ച് രണ്ട് സൈഡും ഇങ്ങനെ വേറായി പോരുമല്ലോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് കാണിച്ചു തരേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. വീഡിയോ എഡിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നത്, അയ്യോ അത് എടുത്തില്ലല്ലോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, പകുതി പൊട്ടിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും കൂടെ മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളും ഫുള്ളായിട്ട് കാണാം. നമ്മൾ വലുതായാലും നമ്മളെ ഉള്ളിലുള്ള കുട്ടി ഇപ്പോഴും ഉണ്ടല്ലേ. ഞാൻ ഇടയ്ക്കത് ചിന്തിക്കും ചില സമയത്ത് കുട്ടികളുടെ സ്വഭാവം കാണിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ ബട്ടൂറും കൂടി കണ്ടില്ലേ, നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട് അല്ലേ, കാണാനില്ലേ നിങ്ങൾക്ക്. അപ്പം ഇനി അതും കൂടി എടുക്കുക. നമ്മുടെ പട്ടൂറിയും പിന്നെ ഫ്രൈഡ് ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മുന്നേ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നിങ്ങളതിനെ ബോറടിപ്പിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് കളർ ഇങ്ങനെ വ്യത്യാസം വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ആൾക്ക് നിർബന്ധമാണ് ഇങ്ങനെ വല്ലതും ഉണ്ടാക്കിയ ദിവസം അവർക്ക് ഒന്നല്ലെങ്കിൽ 7up വേണം, അല്ലെങ്കിൽ മൗണ്ടൻ മിസ്റ്റ് വേണം. അപ്പോൾ മക്കളെ ഇഷ്ടമാണല്ലോ നമ്മളെ ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.